ഹലോ ഗൈസ്, കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആണ്. വെസറെക്സ് അപ്ഡേറ്റിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം വെസറെക്സിന്റെ ഒരു ഹോട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതല്ലാണ്ട് നമ്മൾ ചെറിയ ചെറിയ ഷോർട്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അതിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വെസറെക്സിന്റെ ഒരു ചെറിയ അപ്ഡേറ്റ് നമ്മൾ ഷോർട്സ് ആയിട്ടും ചെയ്തിരുന്നു. അപ്പം ഒരുപാട് വലിയൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഷോർട്സിലും അതുപോലത്തെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഷോർട്സും കാണാൻ മറക്കരുത്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ബൈ ദ വൈ, നമ്മൾ ഇന്ന് വന്നത് വെസറെക്സിന്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം വെസറെക്സിന്റെ ഹിസ്റ്ററിയും ഹാക്ക് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുൻപ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റീസെന്റ് വെസറെക്സിന്റെ നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പോൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എസ് എന്നാണെങ്കിൽ റീസ്ട്രക്ചറിങ് സ്റ്റാർട്ട് ചെയ്യും. അത് 85% ഫണ്ട് നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് കിട്ടും. ബാക്കി ഇവര് ഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ പൈസ ഹാക്ക് ചെയ്ത് പോയ പൈസ തിരിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. അവസാനം നിശ്ചൽ ഷെട്ടി പറഞ്ഞു യെസ് എന്നാണ് 90% പേരും ക്ലെയിം ചെയ്തത്, ലൈക്ക് അക്സെപ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് സിംഗപ്പൂർ കോർട്ടിൽ പോയിട്ട് അവരുടെ അപ്രൂവൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ 10-12 ദിവസം, മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ നമ്മളുടെ ഫണ്ട് 85% ഫണ്ട് തിരിച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അതെങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ബട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. സോ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനിലായിരുന്നു. പറഞ്ഞ പോലെ 13-ാം തീയതി ആയിരുന്നു ഡേറ്റ്. ഇന്നലെയായിരുന്നു കോർട്ടിൽ ഹിയറിംഗ് ഉണ്ടായിരുന്നു. വെസറെക്സിനകത്ത് ടൈം ലൈൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13-14 വേണ്ടി ഇന്നൊരു ഡേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, റിസർവ് ഡേറ്റ് ആയിട്ട്. സോ ഇന്ന് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നും കൂടി വെയിറ്റ് ചെയ്തത്. ഇന്നലെ തന്നെ കുറച്ച് ക്ലാരിറ്റി കിട്ടിയിരുന്നു. സോ എന്താണ് സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ, കോടതി സിംഗപ്പൂർ കോർട്ട് എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ, അവരൊരു 3 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 തെളിവുകൾ അല്ലെങ്കിൽ 3 പ്രൂഫ് ചോദിച്ചിരുന്നു. ഈ പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യണോ, ഇത് മുന്നോട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇവർ തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. ആ 3 ഒന്നെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി 2 ഇവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് എല്ലാം ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉണ്ടാക്കാം, ബട്ട് ഇതൊക്കെ കൊടുക്കേണ്ട ദിവസം ഈ പറഞ്ഞ 23-ാം തീയതിക്ക് മുൻപ് ഇവർ പറഞ്ഞ കോടതി ചോദിച്ചിട്ടുള്ള പ്രൂഫ് എല്ലാം ഇവർ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി മെയ് എൻഡിലോ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലൊക്കെ വീണ്ടും ഒരു ഹിയറിംഗ് ഉണ്ടാവും. ഈ പ്രൂഫ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്നേരം കോടതി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എൻഡ് ഓഫ് ജൂൺ നമുക്ക് നമ്മളുടെ ഫണ്ട് 85% ഫണ്ട് തിരിച്ചു കിട്ടും. ഇതാണ് മൊത്തത്തിലുള്ള സ്റ്റാറ്റസ്. ഇനിയിപ്പം എന്തൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതല്ലാണ്ട് ഇനിയിപ്പോൾ ഇത് നടന്നില്ല അല്ലെങ്കിൽ ഇവർ അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, മീൻസ് കൊടുത്ത തെളിവ് മതിയായില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക എന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുൻപ് വേറൊരു പോസിബിലിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം വെസറെക്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള യൂസേഴ്സിന് മാക്സിമം നല്ല പണി തരുന്ന ഒരു എക്സ്ചേഞ്ച് ആയിരുന്നു. ഇതുവരെ പണി തന്നിട്ടുള്ളൂ ഹാക്ക് നടന്നതിന് ശേഷം. സോ ഇവർക്ക് ഇപ്പം അവരെന്താണ് ഈ സംഭവം ഇത്രയും വലിയൊരു പാനിക് സിറ്റുവേഷൻ അവരെങ്ങനെ ലിവറേജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. അവരിൽ ആരെങ്കിലും പൈസ ഇല്ലാത്ത രീതിയിലാണ് അവർ കാണിക്കുന്നത്. ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മളെ പോലുള്ള യൂസേഴ്സിന്റെ ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. വലിയൊരു എമൗണ്ട് ആണ്, അത് അവരുടെ ഫണ്ട് അല്ലതാനും. അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് വെച്ച് തന്നെ അവർക്ക്, ഈ ക്യാപിറ്റൽ വെച്ച് തന്നെ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലാണ്ട് ഇവർക്ക് മൊത്തമായിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാൻ താല്പര്യമില്ല. ഇഫ് അങ്ങനെ യൂസേഴ്സിന് എന്നെ വിശ്വസിച്ച് എന്റെ എക്സ്ചേഞ്ചിൽ ഫണ്ട് ഇട്ട യൂസേഴ്സിന്റെ പണം നഷ്ടപ്പെടില്ല, ഞാനെല്ലാം കൊടുത്ത് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണെങ്കിൽ ഇവർക്ക് ലിക്വിഡേഷൻ ഫയൽ ചെയ്തിട്ട് അപ്പൊ തന്നെ മൊത്തം മാർക്കറ്റിൽ നിന്ന് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫണ്ട് മൊത്തം കിട്ടുകയും വേറെ ബിസിനസ് പിന്നീട് ഇവർക്ക് പൈസ കിട്ടുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. അതൊരിക്കലും ഇവർ ചൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം ഇനി കോടതി ചോദിച്ചിട്ടുള്ള 3 കേസസ്, അതിൽ ഒന്നാമത്തെ പ്രൂഫ് എന്ന് പറയുന്നത് നമുക്കറിയാം വെസറെക്സ് എന്ന് പറഞ്ഞ സെൻമൈ ലാബ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെറ്റൈ എന്ന് പറഞ്ഞ സിംഗപ്പൂരിനകത്ത് വന്നിരുന്നു. സോ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻമയും സെറ്റൈ ഒക്കെ ഒരേതാണെന്നുള്ള കമ്പനിക്ക് തെളിവ് വേണ്ട, എന്തെങ്കിലും തെളിവ് വേണ്ട. ഇത് ഞങ്ങളുടെ തന്നെയാണ്, വെസറെക്സിന്റെ വാലറ്റ് ആണ്. കാരണം ഈ ഒരു ഹാക്ക് നടന്ന സമയത്ത് സെറ്റൈ ലാബ് എന്ന് പറഞ്ഞ സിംഗപ്പൂരിൽ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സെറ്റൈ ലാബിന്റെ വാലറ്റിന് ഹാക്ക് നടന്നില്ല, സെൻമൈ ലാബിന്റെ വാലറ്റിൽ ഹാക്ക് നടന്നുള്ള രീതിയിലാണ് ഇവർ കേസ് ഫയൽ ചെയ്തത്. അവിടെയും സെറ്റൈയെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുള്ളത് തെളിയിക്കാൻ പ്രൂഫ് വേണം. നിശ്ചലടുത്ത് പ്രൂഫ് എന്താ വെച്ചാൽ ഞാൻ പറയുന്നു അതാണ് സത്യം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പറഞ്ഞാൽ കോടതി വിശ്വസിക്കില്ലല്ലോ, അവർക്ക് തെളിവ് വേണ്ടേ. സോ ആ ഒരു തെളിവ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം വെസറെക്സിന്റെ അതിനകത്ത് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ സെൻമയും സെറ്റയും ഒന്നാണെന്ന് പറയുമ്പോൾ ബൈനാൻസ് കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, വെസറെക്സിന്റെ ഓണർഷിപ്പ് ഞങ്ങൾക്കല്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്, നമ്മുടെ ഫണ്ട് നമുക്ക് തിരിച്ചിട്ടും. പക്ഷേ ഇത് ഈ കേസ് വീണ്ടും കുറച്ചും കൂടി നീണ്ടു പോവുകയും, അപ്പം അത് പറയണു ബൈനാൻസ് ഇന്റർഫിയർ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നതിൽ, ഞങ്ങൾ ഇന്റർഫിയർ ചെയ്തിട്ട് പറഞ്ഞതിൽ തെളിവുകളില്ല. സോ ഈ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രൂഫ് എന്ന് പറയുന്നത് സെൻമൈ സെറ്റയും ഒരേ കമ്പനിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലൊരു ഫോം, അതിലൊരു പ്രൂഫ് ഇവർ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രൂഫ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ പറയുകയാണെങ്കിൽ ഈ കോടതി ഒക്കെ ഈ എഗ്രിമെന്റ് സമ്മതിച്ച് തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പാസ്സാക്കണമല്ലോ. ഇന്ത്യയിൽ പാസ്സാക്കുമ്പോൾ ഇന്ത്യൻ റെഗുലേഷനുള്ള ഇന്ത്യക്കാർക്കോ ഇന്ത്യയിലുള്ള റൂൾസും റെഗുലേഷൻസിനും ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചിട്ട് ഇവരുടെ വക്കീല് ഒരു സൈൻ ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് പേപ്പർ അങ്ങനെ എഗ്രിമെന്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അതായത് ഈ സിംഗപ്പൂർ കോർട്ട് അപ്രൂവ് ചെയ്ത സാധനം ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ്
ഈ സെറ്റയുടെ അല്ലെങ്കിൽ സെൻമയുടെ ലോയറിൽ ഭാഗത്തു നിന്ന് ഇവർക്ക് കിട്ടേണ്ടതുണ്ട്. അത് ഈസി ആയിട്ട് കിട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് ഈസിയാണ്. തേർഡ് സ്റ്റെപ്പും ഈസിയാണ്. തേർഡ് സ്റ്റെപ്പും ഇതുപോലെ തന്നെ ഈ FIU റെഗുലേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലാ എക്സ്ചേഞ്ചിനും FIU റെഗുലേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോ വെസറെക്സ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഞാൻ ഇപ്പം 85% ഫണ്ട് കൊടുക്കും, ബാക്കി ഡെക്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് ആണ്. അപ്പം ഈ ഡെക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ FIU രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല. സോ പുള്ളിക്കാരൻ പറഞ്ഞേക്കണം ഇവിടെ ഞങ്ങൾക്ക് FIU രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും എക്സ്ചേഞ്ചെല്ലാം പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രവർത്തിക്കാം എന്നുള്ളതിന്റെ തെളിവ് ഇതുപോലെ എഗ്രിമെന്റ് രൂപത്തിൽ ഇന്ത്യൻ കോടതി, ഇന്ത്യൻ വക്കീലിന്റെ ഇവരുടെ വക്കീലിനെ ആവാം, അവരൊരു എഴുതി സ്റ്റാമ്പ് പേപ്പർ എഗ്രിമെന്റോ എന്നുള്ള രീതിയിൽ ഇവർക്ക് കൊടുക്കണം. സോ ഈ മൂന്നും ഈ കോടതി വീണ്ടും എല്ലാം 23 തീയതിക്ക് മുമ്പ് കൊടുക്കണം. ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഓക്കെയാണ്, അവർ കൺവിൻസ് ആയി കഴിഞ്ഞാൽ മാത്രം അടുത്ത ഹിയറിംഗ് ഞാൻ പറഞ്ഞ ജൂണിലേക്ക് ആയിരിക്കും, മേ ബി മെയ് ലാസ്റ്റ് അല്ല ജൂണിലേക്ക് ആയിരിക്കും, അന്നേരം ഇത് പരിഗണിക്കും. എന്നിട്ട് മേ ബി സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബൈ എൻഡ് ഓഫ് ജൂൺ നമുക്ക് തിരിച്ച് ഫണ്ട് കിട്ടും. അല്ല ഇപ്പം ഇത് പ്രൂഫ് ഒന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും ഹിയറിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത ഹിയറിംഗിന് വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ നമുക്ക് അപ്പം അറിയാം. സോ അടുത്ത ഹിയറിംഗിന്റെ ഡേറ്റ് വന്നിട്ടില്ല. ആകെ വന്നേക്കുന്ന ഡേറ്റ് ഇവർക്ക് പ്രൂഫ് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് എന്ന് പറഞ്ഞ 23 തീയതിയാണ്. അതിന് മുൻപ് ഇവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. അതിനുശേഷം കേസ് വരുമ്പോൾ ഇഫ് കോടതി ഇത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ വെരി വെൽ ആൻഡ് ഗുഡ്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഇവർ ലിക്വിഡേഷനിൽ പോവാണെങ്കിൽ അത് സൂപ്പർ ആയിട്ട്, അങ്ങനെ ലിക്വിഡേഷൻ പോവാണെങ്കിൽ ഇവരില്ലെങ്കിൽ നമ്മുടെ ഫണ്ടൊക്കെ തിരിച്ചു കിട്ടും. പക്ഷെ അത് ഇവർ ചെയ്യുമോ തന്നെ നമുക്കറിയില്ല. ഇങ്ങനത്തെ കുറച്ച് കേസസ് ആണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കണത്. അടുത്ത അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൂടെ തന്നെ ചെയ്യാം. ചെറിയ ചെറിയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഷോർട്സിനകത്ത് ചെയ്യുന്നുണ്ടാവും. സോ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെക്കാം. വേറെ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.